പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് 2 കണക്കുകൾ ചെയ്യാം. ആദ്യമേ പറയട്ടെ, ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചിലരൊക്കെ എളുപ്പമുള്ള കണക്കുകൾ പറയുമ്പോൾ ഇത്രയും വിശദീകരിച്ച് പറയുന്ന എന്തിന്, ഇത് മനക്കണക്കല്ലേ എന്ന് ചോദിക്കും. പക്ഷേ അത് വലിയ ആൾക്കാർക്ക് അത് മനക്കണക്കാണ്, കുട്ടികൾക്ക് അത് വളരെ ടഫായിട്ടുള്ള കണക്കുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം. ഇതാണ് ഒന്നാമത്തെ കണക്ക്, 2 - 3/5. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. എല്ലാവരും നോക്കുമ്പോൾ വളരെ സിമ്പിൾ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അത് സിമ്പിളല്ല. അപ്പോൾ 2 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. പൂർണ്ണസംഖ്യയ്ക്ക് എപ്പോഴും അതിൻ്റെ ഛേദം 1 നമ്മൾ ഒരു ഭിന്നസംഖ്യയായിട്ട് കൂട്ടുമ്പോൾ പൂർണ്ണസംഖ്യയുടെ ഛേദം നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണസംഖ്യയുടെ ഛേദം മനസ്സിലാക്കിയാലേ നമുക്ക് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 മൈനസ് എന്ന് പറയുമ്പം 2/1 -3/5. അപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും നമുക്ക് കണക്ക് ഭിന്നസംഖ്യകളാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 2ൻ്റെയും ഛേദം 1 വരണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ LCM കാണണം. ഇവിടെ 1ഉം 5ൻ്റെ LCM എന്ന് പറയുമ്പം 1 5 5 5 അതിൻ്റെ പൊതുഗുണിതം. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം പൊതുഗുണിതമായ 5നെ 1 കൊണ്ട് ഹരിക്കും. അപ്പോൾ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും. ഈ 5 കൊണ്ട് ഈ അംശത്തെ ഗുണിക്കും. അപ്പോൾ 2 10 മൈനസ് ഈ 5ൽ എത്ര 5 ഉണ്ട്, 1 5 ഉള്ളൂ. അപ്പം 1 3 3. അപ്പോൾ സമം എത്രയായിരിക്കും, 10ൽ നിന്ന് 3 കുറയ്ക്കും. 3 കുറയ്ക്കുമ്പം 7. ഇതിൻ്റെ ഛേദം എത്രയാണ്, 5. അപ്പോൾ 7/5. അപ്പോൾ അതായത് ഇത് വിഷമഭിന്നമെന്ന് പറയും. അംശം വലുതും ഛേദം ചെറുതും. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം, മിശ്രഭിന്നമാക്കാം. 7/5. അപ്പോൾ ഈ 7-നകത്ത് എത്ര 5 ഉണ്ട്, 1 5. ബാക്കി എത്രയുണ്ട്, 2. അപ്പം 1ഉം 5ൽ 2. ഇതാണ് അതിൻ്റെ ഉത്തരം. കുട്ടിയൊക്കെ മനസ്സിലായല്ലോ. അടുത്ത കണക്ക് 4 + 7/8. അപ്പോൾ ഈ 4ൻ്റെ ഛേദം എത്രയാണെന്നറിയാമല്ലോ, 1. ഒരു പൂർണ്ണസംഖ്യയുടെ ഛേദം എപ്പോഴും 1 പ്ലസ് 7